കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ പരാതിയിൽ സ്കൂൾ ബസ് ഡ്രൈവർക്കും സഹായിക്കുമെതിരെ പോക്സോ കേസ്. തൃക്കോവിൽവട്ടം സ്വദേശി സാബു, മുഖത്തല സ്വദേശി സുഭാഷ് എന്നിവർക്കെതിരെയാണ് കേസ്. ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എന്താണ് കുട്ടികളുടെ പരാതി? ധന്യ, ഈ രണ്ടു പേർക്കെതിരെയും, അതായത് ആ സ്കൂളിൽ കുട്ടികളുമായി പോകുന്ന ബസ്സിലെ ഡ്രൈവർക്കും ഒപ്പം തന്നെ ക്ലീനർക്കുമെതിരെ 8 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശക്തികുളങ്ങര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്ലീനറായിട്ടുള്ള സാബുവിനെതിരെ 6 കേസുകളും ഡ്രൈവർ സുഭാഷിനെതിരെ 2 കേസുകളുമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം സംബന്ധിച്ച് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ വാഹനത്തിൽ വരുന്ന സമയത്ത് ലൈംഗിക ചെവിയോടുകൂടെ സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ സാധാരണമല്ലാത്ത രീതിയിൽ കുട്ടികളുടെ ശരീരത്തിലേക്ക് സ്പർശിക്കുകയും ചെയ്യുന്നതിന് കാണിച്ചുകൊണ്ട്, കാര്യം ഇത് കുറേ നാളായി തുടർന്ന് വരികയും കുട്ടികൾക്ക് അത് വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്കൂളിലേക്കായിരുന്നു ആദ്യം കുട്ടികൾ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി നൽകിയത്. കുട്ടികളുടെ ഈ പരാതി സ്കൂൾ അധികൃതർ അവരുടെ ഒരു കവറിംഗ് ലെറ്ററോടുകൂടെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് കൈമാറുകയായിരുന്നു. പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഒരാൾക്ക് 53 വയസ്സുണ്ട്. ബസ് ക്ലീനറായിട്ടുള്ള സാബു ആണ്. ഒപ്പം തന്നെ ബസ് ഡ്രൈവറായിട്ടുള്ള സുഭാഷിന് 51 വയസ്സുണ്ട്. ഇവരെല്ലാം തന്നെ മുഖത്തല, തൃക്കോവിൽവട്ടം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. പോലീസ് ഈ കേസ് വളരെ കാര്യം ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവകരമായി തന്നെ അന്വേഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. ലിജോ, ഇവിടെ ഈ ഡ്രൈവർമാരുടെ ബാക്ക്ഗ്രൗണ്ട്, നേരത്തെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട ആളുകളാണോ? എന്ത് മാനദണ്ഡത്തിലാണ് ഡ്രൈവർമാരെയൊക്കെ സ്കൂളുകൾ നിയോഗിക്കുന്നത്? നേരത്തെ നമുക്കറിയാം, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന, സ്കൂൾ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാരെ, അങ്ങനെ പല പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സ്കൂളുകൾ അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതുകൂടിയല്ലേ വ്യക്തമാവുന്നത്? പോലീസിനോട് ഇക്കാര്യം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ സ്കൂളിന് സ്വന്തമായിട്ടൊരു ബസ്സില്ല. ഈ സ്കൂളിലും ഒപ്പം തന്നെ പാരൻസും ഒക്കെ ചേർന്നുകൊണ്ട് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് അത്തരത്തിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകളെയുമാണ് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി അവർ വർഷാവർഷം അത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കൃത്യമായി അവരുടെ ഒരു പ്രൈവറ്റ് വാഹനം ഓടുമ്പോൾ അത്തരത്തിലുള്ള ലൈസൻസുകൾ പുതുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. ഇവർക്ക് ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പോലീസിന് ഇത് നിലവിൽ ഒരു വ്യക്തത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു കാര്യം ഇല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സമയത്ത് ഇവർ ഈ കുട്ടികളോട് കുറേ നാളായിട്ട് ഇത്തരത്തിൽ പെരുമാറി അത്രത്തോളം സഹികെട്ടത് കൊണ്ടാണ് പരാതിയിലേക്ക് പോയതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂൾ ബസ് സ്വന്തമായി ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ സ്കൂളുകൾ ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചുകൊണ്ട് ആ സ്കൂളും ഒപ്പം തന്നെ ആ കുട്ടികളുടെ രക്ഷിതാക്കളും ചേർന്നുകൊണ്ടാണ് ഈ ബസ്സിനെ ഏർപ്പാടാക്കിയിരുന്നത്. പക്ഷേ ഇതോടുകൂടെ മോട്ടോർ വാഹന വകുപ്പ് ഒരു കാര്യം കൂടെ പറയുക, അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയിരുന്നത് ഇത്തരത്തിൽ പ്രൈവറ്റ് സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ ഈ മുൻപ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അക്കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. വരുന്ന അധ്യയന വർഷങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പരിശോധനകൾ ആവശ്യമായി വരുമെന്നുള്ളൊരു കാര്യം കൂടെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ധന്യ. ശരി ലിജോ.